അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള നല്ല ഉദ്ദേശങ്ങളൊക്കെ സഫലീകരിച്ച് തരുമാറാവട്ടെ. ഈ ദിക്റിൻ്റെ സ്വലാത്തിൻ്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോയിട്ടുള്ള എല്ലാ അബദ്ധങ്ങളും വിട്ടുപുറത്തും മാപ്പ് നൽകുകയും ഇനിയുള്ള ജീവിതകാലം അല്ലാഹുവിന് പൊരുത്തമുള്ള നല്ല സമാധാനപരമായ ജീവിതം അല്ലാഹു നമുക്ക് തന്ന് നമ്മളെ സന്തോഷിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളിപ്പോൾ ഉള്ളത് ഡിസംബർ മാസത്തിലാണ് അല്ലേ? സാധാരണ നവംബർ പകുതിയോടെ നല്ല മഞ്ഞായിരിക്കും. ഡിസംബറൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല മഞ്ഞുകാലം. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഇപ്പോൾ എന്താ മഞ്ഞെന്ന് പറയാനില്ല അല്ലേ, ചെറിയൊരു തണുപ്പ്. എന്നാലും ഡിസംബർ എന്ന് കേൾക്കുമ്പോൾ ഒരു മഞ്ഞുകാലമാണ്. അപ്പം അതിൻ്റേതായ പല രോഗങ്ങളും പലർക്കും ഉണ്ട്. ചില ആളുകൾക്ക് ശ്വാസം മുട്ടുണ്ടാവാറുണ്ട്, ചില ആളുകൾക്ക് ഈ ചുണ്ടും കൈയൊക്കെ പൊട്ടുന്ന അങ്ങനെ ഒരു അസുഖം, ചില ആളുകൾക്ക് പനി, പിന്നെ ചുമ, അങ്ങനെ ജലദോഷം, അങ്ങനെ പല തരത്തിലും പല അസുഖങ്ങളൊക്കെ ഉള്ള കാലമാണ്. ഇപ്പോൾ നമ്മുടെ മക്കൾക്ക് അൽഹംദുലില്ലാഹ് പരീക്ഷ എഴുതുന്നു, പക്ഷേ പല കുട്ടികൾക്കും മഞ്ഞപ്പിത്തവും അതുപോലുള്ള രോഗങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലാണ്. പ്രത്യേകമൊക്കെ ദ്വാരക്കാൻ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മുടെ മജ്‌ലിസ് നമ്മൾ ദ്വാരക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയും നമ്മുടെ മക്കളുടെയൊക്കെ എല്ലാവരുടെയും രോഗങ്ങൾ അല്ലാഹു തആല ശിഫയാക്കി തരുമാറാവട്ടെ. പലരും ക്യാൻസറുമായി ബന്ധപ്പെട്ട, ബ്രെയിൻ ട്യൂമറുമായി ബന്ധപ്പെട്ട, അതുപോലെ തന്നെ അറ്റാക്ക് വന്നു, സ്ട്രോക്ക് വന്നു, അതുപോലെ തന്നെ കുടലിൽ പ്രശ്നമുണ്ട്, അതുപോലെ തന്നെ യൂട്രസിൽ പ്രശ്നമുണ്ട്, ഗർഭാശയത്തിൽ മുഴയുണ്ട്, ഓപ്പറേഷൻ ചെയ്യുകയാണ്. അങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ, ഒരുപാട് സഹോദരിമാരും സഹോദരങ്ങളും ഒക്കെ പല പ്രയാസത്തിലും പ്രശ്നത്തിലും രോഗത്തിലുമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ചികിത്സകൾ നടക്കുന്നു. അല്ലാഹു തആല എല്ലാവരുടെയും രോഗങ്ങളൊക്കെ ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. അതുപോലുള്ള എല്ലാ അവസ്ഥകളെ തൊട്ടും, രോഗത്തിൻ്റെ അവസ്ഥയെ തൊട്ട് റബ്ബ് നമ്മളെ കാക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് രോഗികൾക്ക് വേണ്ടിയുള്ള പ്രത്യേകമായ ദുആകളൊക്കെ നമ്മുടെ ഇന്നത്തെ മജ്‌ലിസിൽ നമ്മൾ പറയുന്നുണ്ട്. അല്ലാഹു തആല നമ്മുടെ മജ്‌ലിസിനെ പരിപൂർണമായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദിക്റിൻ്റെ മജ്‌ലിസിലേക്ക് കടക്കാം. ഒരുപാട് പേര് രോഗങ്ങളാണ് ഉസ്താദെ, സങ്കടമാണ്, പ്രയാസമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഏത് തരത്തിലുള്ള രോഗം, അത് മാനസികമാവട്ടെ ശാരീരികമാവട്ടെ, ചെറുതാവട്ടെ വലുതാവട്ടെ, എല്ലാ രോഗങ്ങളും മാറാൻ നമുക്ക് അല്ലാഹുവിനോട് ദുആരക്കാം. നമ്മുടെ രോഗങ്ങൾ മാത്രം മാറിയാൽ പോരല്ലോ, നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്, അവരുടെയൊക്കെ രോഗങ്ങൾ മാറണം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും പറഞ്ഞോട്ടോ, അല്ലാഹുമ്മ ഇശ്ഫി അംറാലനാ വ അംറാല മൻ ഔസാനാ ബിദ്ദുആഇ അശാഫിയൽ അംറാൽ. അല്ലാഹുമ്മ ഇശ്ഫി അംറാലനാ വ അംറാല മൻ ഔസാനാ ബിദ്ദുആഇ യാ ശാഫിയൽ അംറാൽ. അല്ലാഹുമ്മ ഇശ്ഫി അംറാലനാ വ അംറാല മൻ ഔസാനാ ബിദ്ദുആഇ യാ ശാഫിയൽ അംറാൽ. അല്ലാഹുമ്മ ഇശ്ഫി അംറാലനാ വ അംറാല മൻ ഔസാനാ ബിദ്ദുആഇ യാ ശാഫിയൽ അംറാൽ. അല്ലാഹുമ്മ ഇശ്ഫി അംറാലനാ വ അംറാല മൻ ഔസാനാ ബിദ്ദുആഇ യാ ശാഫിയൽ അംറാൽ. അല്ലാഹുമ്മ ഇശ്ഫി അംറാലനാ വ അംറാല മൻ ഔസാനാ ബിദ്ദുആഇ യാ ശാഫിയൽ അംറാൽ. അല്ലാഹുമ്മ ഇശ്ഫി അംറാലനാ വ അംറാല മൻ ഔസാനാ ബിദ്ദുആഇ യാ ശാഫിയൽ അംറാൽ. അല്ലാഹുമ്മ ഇശ്ഫി അംറാലനാ വ അംറാല മൻ ഔസാനാ ബിദ്ദുആഇ യാ ശാഫിയൽ അംറാൽ. അല്ലാഹുമ്മ ഇശ്ഫി അംറാലനാ വ അംറാല മൻ ഔസാനാ ബിദ്ദുആഇ യാ ശാഫിയൽ അംറാൽ. അല്ലാഹുമ്മ ഇശ്ഫി അംറാലനാ വ അംറാല മൻ ഔസാനാ ബിദ്ദുആഇ യാ ശാഫിയൽ അംറാൽ. അല്ലാഹുമ്മ ഇശ്ഫി അംറാലനാ വ അംറാല മൻ ഔസാനാ ബിദ്ദുആഇ യാ ശാഫിയൽ അംറാൽ. അല്ലാഹുമ്മ ഇശ്ഫി അംറാലനാ വ അംറാല മൻ ഔസാനാ ബിദ്ദുആഇ യാ ശാഫിയൽ അംറാൽ. അല്ലാഹുമ്മ ഇശ്ഫി അംറാലനാ വ അംറാല മൻ ഔസാനാ ബിദ്ദുആഇ യാ ശാഫിയൽ അംറാൽ. അല്ലാഹുമ്മ ഇശ്ഫി അംറാലനാ വ അംറാല മൻ ഔസാനാ ബിദ്ദുആഇ യാ ശാഫിയൽ അംറാൽ. അല്ലാഹുമ്മ ഇശ്ഫി അംറാലനാ വ അംറാല മൻ ഔസാനാ ബിദ്ദുആഇ യാ ശാഫിയൽ അംറാൽ. അല്ലാഹുമ്മ ഇശ്ഫി അംറാലനാ വ അംറാല മൻ ഔസാനാ ബിദ്ദുആഇ യാ ശാഫിയൽ അംറാൽ. അല്ലാഹുമ്മ ഇശ്ഫി അംറാലനാ വ അംറാല മൻ ഔസാനാ ബിദ്ദുആഇ യാ ശാഫിയൽ
ഷാഫിയൽ അംറാദ്. ഇന്നത്തെ കാലത്ത് നമ്മുടെ ഈമാൻ പല രൂപത്തിൽ നഷ്ടപ്പെട്ടു പോവാൻ സാധ്യതയുണ്ട്. ഈമാൻ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകും. പല ഹറാമുകളും മോശത്തരങ്ങളൊക്കെ ചെയ്തു പോകും, കണ്ടുപോകും. അപ്പോൾ നമ്മുടെ ഈമാൻ പാറ പോലെ ഉറക്കാനും എല്ലാവിധത്തുള്ള തെറ്റുകളിൽ നിന്നും ഒഴിവായി കിട്ടാനും നമുക്ക് ഹദീസിൽ വന്ന ഒരു ദിക്ർ നമുക്ക് പറഞ്ഞ ഒരു ദുആയാണ്. അതൊരു ദിക്റാണ്. ഏത് ഗണത്തിൽ നമുക്ക് പെടുത്താം? നമുക്കൊന്ന് പറഞ്ഞാലോ? പറഞ്ഞോ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനശ് ശിഖാഖി വന്നിഫാഖി വസൂഇൽ അഖ്ലാഖ്. اللهم إني أعوذ بك من الشقاق والنفاق وسوء الأخلاق. പറഞ്ഞോ. اللهم إني أعوذ بك من الشقاق والنفاق وسوء الأخلاق. اللهم إني أعوذ بك من الشقاق والنفاق وسوء الأخلاق. اللهم إني أعوذ بك من الشقاق والنفاق وسوء الأخلاق. اللهم إني أعوذ بك من الشقاق والنفاق وسوء الأخلاق. اللهم إني أعوذ بك من الشقاق والنفاق وسوء الأخلاق. اللهم إني أعوذ بك من الشقاق والنفاق وسوء الأخلاق. اللهم إني أعوذ بك من الشقاق والنفاق وسوء الأخلاق. اللهم إني أعوذ بك من الشقاق والنفاق وسوء الأخلاق. اللهم إني أعوذ بك من الشقاق والنفاق وسوء الأخلاق. اللهم إني أعوذ بك من الشقاق والنفاق وسوء الأخلاق. اللهم إني أعوذ بك من الشقاق والنفاق وسوء الأخلاق. اللهم إني أعوذ بك من الشقاق والنفاق وسوء الأخلاق. اللهم إني أعوذ بك من الشقاق والنفاق وسوء الأخلاق. اللهم إني أعوذ بك من الشقاق والنفاق وسوء الأخلاق. اللهم إني أعوذ بك من الشقاق والنفاق وسوء الأخلاق. اللهم إني أعوذ بك من الشقاق والنفاق وسوء الأخلاق. اللهم إني أعوذ بك من الشقاق والنفاق وسوء الأخلاق. اللهم إني أعوذ بك من الشقاق والنفاق وسوء الأخلاق. اللهم إني أعوذ بك من الشقاق والنفاق وسوء الأخلاق. اللهم إني أعوذ بك من الشقاق والنفاق وسوء الأخلاق. اللهم إني أعوذ بك من الشقاق والنفاق وسوء الأخلاق. അള്ളാഹുവിൻ്റെ ബറക്കത്ത് ജീവിതത്തിൽ വേണം. നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ മാറി, സങ്കടങ്ങളൊക്കെ മാറി, ദുരിതങ്ങളും പ്രയാസ പ്രതിസന്ധികളും രോഗങ്ങളൊക്കെ ശിഫയായി എല്ലാവിധ റാഹത്തും ഉണ്ടാവണം. അതിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാൻ പറ്റിയ, നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് നേടിയെടുക്കാൻ പറ്റിയ ഒരു ദിക്റാണ് നമ്മൾ പറയുന്നത്. ബിസ്മില്ലാഹി വഅലാ ബർക്കത്തില്ലാഹ്. 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 ബിസ്മില്ലാഹി وعلى بركة الله. بسم الله 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 وعلى بركة الله. بسم
ബിസ്മില്ലാഹി വഅലാ ബർക്കത്തില്ലാഹ് 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 ബിസ്മില്ലാഹി വഅലാ ബർക്കത്തില്ലാഹ്. ഒരു ദിക്ർ, ഈ ദിക്ർ പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം, ഒരാൾ 100 വട്ടം ഒരു ദിവസം ഈ പരിശുദ്ധമായ ദിക്ർ പറഞ്ഞാൽ അവനിക്ക് അള്ളാഹു കൊടുക്കുന്നത് എന്തെന്നറിയോ? പ്രതിഫലം 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലമാണ്. അതുപോലെ തന്നെ 100 നന്മകൾ, 100 തിന്മകൾ മായ്ക്കപ്പെടുന്നു, 100 നന്മകൾ എഴുതപ്പെടുന്നു. അങ്ങനെ ഒരുപാട് നേട്ടങ്ങളാണ്. കടലിൻ്റെ നിറയോളം തെറ്റുകൾ ചെയ്താലും അള്ളാഹു പുറത്തു തരും. അങ്ങനെ ഒരുപാട് ഓഫറുള്ള ഒരു ദിക്റുണ്ട്. നമുക്കൊന്ന് പറഞ്ഞാലോ? എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അപ്പോൾ ചോദിക്കും, ഉസ്താദേ യുഹ്യീ വയുമീതു എന്നവിടെ ഇല്ലേ എന്നും. അവിടെ 2 ഹദീസിലും 2 രൂപത്തിലാണ് വന്നിട്ടുള്ളത്. ഈ ഹദീസിൽ വന്നിട്ടുള്ളത് ഇങ്ങനെ, യുഹ്യീ വയുമീതു എന്ന് ഇല്ല. നമ്മൾ ഈ മഗ്രിബ് നമസ്കാരത്തിനും സുബഹി നമസ്കാരത്തിനും ശേഷവും 10 പ്രാവശ്യം ഈ ദിക്ർ പറയണം, പ്രത്യേകം സുന്നത്താണ്. ആ ദിക്ർ അവിടെ പറയുമ്പോൾ യുഹ്യീ വയുമീതു എന്ന് നമ്മൾ ചേർക്കണം. ഇവിടെ ഈ ഹദീസിലുള്ളത് യുഹ്യീ വയുമീതു എന്ന് ഇല്ല. നമുക്ക് സാധാരണ ആ രൂപത്തിൽ പറയാം. പറഞ്ഞോ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. സ്വർഗ്ഗത്തിന്റെ പാതയിലാവണം നമ്മൾ എല്ലാവരും, നേരായ മാർഗത്തിലാവണം,
ഹറാമായ മോശപ്പെട്ട വഴിയിലേക്ക് പോകാൻ പാടില്ല. ഈമാൻ ഉറക്കണം. അതുപോലെ നമ്മുടെ സ്വഭാവം നന്നാവണം. നമുക്ക് തഖ്വയുണ്ടാവണം. അതിന് മഹത്തുക്കൾ പഠിപ്പിച്ച ഒരുപാട് ദിക്റുകളുണ്ട്. അതിൽപ്പെട്ട ഒരു ദിക്ർ, ഒരു ദുആ, ഒരു ദിക്റായിട്ടും ദുആയായിട്ടും നമുക്ക് പെടുത്താം. പറഞ്ഞോ എല്ലാവരും. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ والعفاف والغنى. اللهم إني أسألك الهدى والتقى 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 والعفاف والغنى. ദിക്റുകളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിക്റാണല്ലോ അഫ്ളലു ദിക്ർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ. ഇൻഷാ അല്ലാഹ് ആ ദിക്ർ, അത് ഏത് ദിക്റിൻ്റെ മജ്ലിസ് എവിടെ നടത്തിയാലും അതൊഴിവാക്കിയിട്ടുള്ള ഒരു മജ്ലിസ് ഇല്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കത് ചൊല്ലി അതിൻ്റെ നേട്ടം നമുക്ക് നേടണം. അല്ലാഹു തആല ആ ദിക്ർ ചൊല്ലുമ്പോൾ എന്തെല്ലാം പ്രതിഫലങ്ങളുണ്ട് അത് മുഴുവനും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. എല്ലാവരും ചൊല്ലിക്കോ കേട്ടോ. لا إله إلا الله 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 لا إله إلا الله
ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മൾ റൗദാ ഷരീഫിൽ ചെല്ലുമ്പോൾ മുത്തുനബി നമ്മൾ നേരിട്ട് കാണുന്നത് പോലെ പറയുന്ന ഒരു സ്വലാത്തുണ്ട്, റൗദയിൽ പറയുന്ന ഒരു സ്വലാത്തുണ്ട്. അത് വല്ലാത്തൊരു ഫീലിംഗ് ആണ് ആ സ്വലാത്ത് പറയുമ്പോൾ. ഫീൽ ഉണ്ടാവണമെന്നാണ്. അത് റൗദ സിയാറത്ത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന ഓരോ മനുഷ്യൻ്റെ മുഖത്ത് നോക്കിയാൽ കണ്ണുനീരിങ്ങനെ ഒഴുകുന്നത് കാണാം അല്ലേ? എത്രയോ നാളുകളായി മുത്തുനബിയെ കാണാനും ഈ റൗദ സിയാറത്ത് ചെയ്യാനും ആഗ്രഹിച്ച് ദുആ ചെയ്ത് അവസാനം അവിടെ എത്തിയിട്ട് ആ സലാം പറയുന്ന സമയത്ത് നമ്മുടെ സലാം മുത്ത് റസൂൽ ഇങ്ങനെ മടക്കുന്നു എന്ന് നമ്മൾ അറിയുന്ന സമയത്തുണ്ടാകുന്നൊരു ഫീലിംഗാണ്. നമുക്ക് ആ സ്വലാത്ത് എന്ന് പറഞ്ഞാലോ? എല്ലാവരും നബിതങ്ങൾക്കുള്ള സ്വലാത്തും സലാമും നമ്മൾ പറയുന്ന ആ പുണ്യമായ ഒരു വചനം പറഞ്ഞോ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് 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 അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്.
അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഒരുപാട് ദിക്ർ പറഞ്ഞിട്ടുണ്ട്, സ്വലാത്ത് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ ഇസ്മുകൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രതിഫലം അള്ളാഹു നമുക്ക് ദുനിയാവിലും നാളെ ആഖിറത്തിലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പ് നമുക്ക് സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈൻ എല്ലാം ഓതിയിട്ട് നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്നിച്ച് ഫാത്തിഹ സൂറത്ത് ഓദിക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല നമ്മുടെ ദുആയിനൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ ഒരുപാട് പേര് നമ്മൾ ഇന്നത്തെ മജ്ലിസിൽ ദുആരക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി നമ്മൾ മൊത്തത്തിൽ ദുആ ചെയ്യുകയാണ്. അല്ലാഹു തആല നമ്മുടെ ദുആ പരിപൂർണ്ണമായി ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖ്അദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. أرحم الراحمين يا രാജാതി രാജനായ റഹ്മാനെ, കരുണയുള്ള അല്ലാഹ്, അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ എല്ലാ തെറ്റുകളും നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ. ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ. ഒരുമിച്ച് കൂടൽ ഖബൂൽ ചെയ്യണേ അല്ലാ. ചെയ്തു പോയ അബദ്ധത്തിന്റെ പേരിൽ, പാപങ്ങളുടെ പേരിൽ ഞങ്ങളുടെ ദുആഇനെ നീ തട്ടിക്കളയല്ലേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. ഞങ്ങളാക്കി മാറ്റി ഞങ്ങളുടെ പൊന്നു മാതാപിതാക്കൾ പലരും ഖബറിലാണ്. ഞങ്ങളുടെ ഉസ്താദുമാർ, ഞങ്ങളുടെ ഭർത്താക്കന്മാർ, ഞങ്ങളുടെ ഭാര്യമാർ, ഞങ്ങളുടെ മക്കള്, ഞങ്ങളുടെ മരുമക്കൾ, പേരക്കുട്ടികൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകാർ, നാട്ടുകാർ, വേണ്ടപ്പെട്ടവര് ആരെല്ലാം ആറടി മണ്ണിലുണ്ടോ എല്ലാവർക്കും നീ സ്വർഗം നൽകണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും നാളെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സ്വർഗത്തിൽ സന്തോഷത്തോടെ ഒരുമിച്ച് ചേരാനുള്ള മഹാസൗഭാഗ്യം നീ നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ജീവിതത്തിൽ ഞങ്ങളെല്ലാവരും ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയവരാണ്, അബദ്ധങ്ങൾ പറ്റിയവരാണ്. റഹ്മാനെ, നിന്റെ വിശാലമായ മഗ്ഫിറത്ത് കൊണ്ട്, മർഹമത്ത് കൊണ്ട് എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. ഒന്നും നീ ആഖിറത്തിലേക്ക് മാറ്റിവെക്കല്ലേ അല്ലാ. ഒന്നും നീ വിചാരണ ദിവസത്തിലേക്ക് മാറ്റിവെക്കല്ലേ അല്ലാ. കരുണയുള്ള റബ്ബേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പ് തരണേ അല്ലാ. പടച്ചവനെ റഹ്മാനെ, ഞങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ഇരിക്കുന്ന ഉമ്മമാര്, ഉപ്പമാര്, ഒരുപാട് പേര് ഒരുപാട് സുന്നത്ത് നോമ്പ് പിടിക്കുന്നവരാണ്, ഒരുപാട് സുന്നത്ത് നിസ്കരിക്കുന്നവരാണ്, വിശുദ്ധമായ ഖുർആൻ ഖത്മോൽ തീർക്കുന്നവരാണ്. അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നീ ഖൈറും റാഹത്തും നൽകണേ അല്ലാ. ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ സലാമത്ത് തരണേ അല്ലാ. ഞങ്ങളുടെ മക്കളുടെ കുടുംബജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ ഇണകളെ നീ അടുപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ. ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ ജോലി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, വിദേശത്ത് പോവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അവരുടെ ആ ഇടപാടുകളിലും അതുപോലെ തന്നെ അവരുടെ പോക്കിലും അവിടെ ചെന്നുള്ള ജോലിയിലൊക്കെ നീ വലിയ സലാ
സലാമത്ത് കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഓരോ മജ്ലിസിന്റെ താഴെയും ഒരുപാട് പ്രവാസികളായ ആളുകൾ ദുആരക്കാൻ പറയാറുണ്ട്. എല്ലാ പ്രവാസി സുഹൃത്തുക്കൾക്കും നീ എല്ലാവിധ ബറക്കത്തും കൊടുക്കണേ അല്ലാ. അവരുടെ കച്ചവടത്തിലും അവരുടെ തൊഴിലിലും നീ അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ. ഒരുപാട് ആളുകൾ ദുആരക്കാൻ പറഞ്ഞു. ശമ്പളം കെട്ടിക്കിടക്കുകയാണ് ഉസ്താദെ എന്ന് പറഞ്ഞവരുണ്ട്. റഹ്മാനെ, അവരുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങളിൽ പലരും കടത്തിലാണ്, കടങ്ങൾ കൊണ്ട് കടത്തിന്റെ മേൽ കടത്തിലാണ്, പ്രയാസപ്പെടുകയാണ്. എങ്ങനെ ഈ കടങ്ങളൊക്കെ വീട്ടുമെന്നറിയില്ല. മരിക്കുന്നതിന് മുമ്പ് കടങ്ങൾ വീട്ടി സലാമത്താവാനുള്ള തൗഫീക്ക് തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഹലാലായ സമ്പത്ത് തരണേ അല്ലാ. ഹറാമായ മോശപ്പെട്ട സമ്പത്തിനെ തൊട്ട്, സമ്പാദ്യത്തെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. പടച്ചവനെ, ഒരുപാട് ആളുകൾ രോഗത്തിലാണ്, പ്രയാസത്തിലാണ്, സങ്കടത്തിലാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് മുഅ്മിനീങ്ങൾ ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്യാൻസർ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, അതുപോലെ ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട്, അതുപോലെ തന്നെ ശരീരത്തിന്റെ ഉള്ളിലും പുറത്തുമൊക്കെ ഒരുപാട് പ്രതിസന്ധി അനുഭവിക്കുന്നവർ, ഒരുപാട് മുഅ്മിനീങ്ങൾ വലിയ കഷ്ടത്തിലാണ്. നീ എല്ലാവരുടെയും രോഗങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ രോഗങ്ങൾ, ഞങ്ങൾ കഴിക്കുന്ന മരുന്ന്, അതിലൊക്കെ നീ ശിഫാ തരണേ അല്ലാ. ഓപ്പറേഷൻ പറഞ്ഞവരുണ്ട്, ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിൽ കിടക്കുന്നവരുണ്ട്, അതുപോലെ ഒരുപാട് സഹോദരിമാരെ ഗർഭിണികളുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് പേര് പ്രസവ സംബന്ധമായി അടുത്തിരിക്കുകയാണ്, ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്. എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും കൊടുക്കണേ അല്ലാ. ജീവിതത്തിൽ നിഅമത്ത് തരണേ അല്ലാ. ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഒരുപാട് പ്രയാസപ്പെടുന്ന സഹോദരന്മാരുണ്ട്. അല്ലാഹുവേ, അവർക്കെല്ലാവർക്കും നീ എല്ലാവിധ ഫതഹിന്റെ വിജയത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കണേ അല്ലാ. ഞങ്ങളെ ഈ ദുനിയാവിലിട്ട് നരകിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, സങ്കടപ്പെടുത്തല്ലേ റഹ്മാനെ. അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും ചെയ്യാനുള്ള തൗഫീക്ക് തരണേ അല്ലാ. പടച്ചവനെ, മക്കൾ കാരണം വിഷമിക്കുന്ന മാതാപിതാക്കളിൽ ഉൾപ്പെടുത്തല്ലേ അല്ലാ. മക്കൾ കാരണം സന്തോഷിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ മക്കളിൽ പലരും പഠിക്കുന്നവരാണ്, 10ാം ക്ലാസ്, +1, +2, അതുപോലെ ഒരുപാട് ഡിഗ്രി കോഴ്സുകളൊക്കെ. എല്ലാവർക്കും എക്സാമുകളിൽ ഉന്നതമായ വിജയം കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളുടെ ഭാവി കണ്ടിട്ട് സന്തോഷിക്കാനുള്ള തൗഫീക്ക് തരണേ അല്ലാ. അപകട മരണങ്ങൾ, ആക്സിഡന്റുകളെ തൊട്ട് കാക്കണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങൾ തരല്ലേ അല്ലാ. പടച്ചവനെ, മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കി തരണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ലോക മുസൽമാന് നീ ഇസ്സത്ത് കൊടുക്കണേ അല്ലാ. അഭിമാനം തരണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ പള്ളികൾ, നിന്റെ മദ്രസകൾ നീ തന്നെ കാക്കണേ അല്ലാ. ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. അല്ലാഹുവേ പടച്ചവനെ, ആരൊക്കെ ഞങ്ങളോട് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് ദുആ വസിയത്ത് നടത്തിയോ എല്ലാവരുടെയും കാര്യത്തിൽ നീ ഖൈർ പ്രദാനിക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്, നമ്മുടെ മജ്ലിസ് അവസാനിക്കുകയാണ്. നാളെയും നമ്മുടെ മജ്ലിസ് ഉണ്ടാകും. എല്ലാവരും പങ്കെടുക്കുക, ദിക്റുകൾ പറയുക, സ്വലാത്തുകൾ പറയുക. അല്ലാഹു നമുക്ക് എല്ലാവർക്കും നമ്മൾ പങ്കെടുത്ത മജ്ലിസിന്റെ അർഹമായ പ്രതിഫലം നമുക്ക് ദുനിയാവിലും നാളെ ആഖിറത്തിലും നൽകുമാറാവട്ടെ. നമ്മുടെ ഈ മജ്ലിസ് അല്ലാഹു പരിപൂർണമായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.